സിനിമാ പ്രേമികളുടെ ഇഷ്ടചിത്രങ്ങൾ ഒന്നാണ് സിയാടി മൂസ. ദിലീപിനെ നായകനാക്കി ജോണി ആന്റണി അണിയിച്ചൊരുക്കിയ ചിത്രം 90s കിഡ്സിന്റെ ഫേവറേറ്റ് ആണ്. ആദ്യ സിനിമയിലൂടെ തന്റെ റേഞ്ച് വ്യക്തമാക്കാൻ ജോണി ആന്റണിക്ക് സാധിക്കുകയും ചെയ്തു. മലയാളത്തിലെ സകല ഹാസ്യതാരങ്ങളെ അണിയിച്ചൊരുക്കി സിയാടി മൂസ ലോജിക് ആവശ്യമില്ലാത്ത സിനിമകളിൽ മുൻപന്തിയിലാണ്. മൂസയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് കുറച്ച് വർഷം മുമ്പ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചെന്നും രണ്ടാം ഭാഗത്തിന് സാധ്യതയില്ലെന്ന റൂമറുകളും വന്നു. കഴിഞ്ഞ ദിവസം സംവിധായകൻ ജോണി ആന്റണി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി. കറുകച്ചാൽ മാജിക് ഫ്രെയിംസിന്റെ പുതിയ തിയേറ്റർ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാകാതെയെന്നും 2027 സി ഐ ഡി മൂസ 2 തിയേറ്ററിലെത്തുമെന്നാണ് അറിയിച്ചത്. എന്നാൽ ജോണി ആന്റണിയുടെ അറിയിപ്പിന് പിന്നാലെ ആരാധകരല്ലാത്തവരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ഈ വാർത്തയ്ക്ക് ലഭിക്കുന്നത്. സി ഐ ഡി മൂസ കൾട്ട് ചിത്രമാണെന്നും അതിന് രണ്ടാം ഭാഗം ആവശ്യമില്ലെന്നും പലരും അഭിപ്രായപ്പെടുന്നു. സമീപകാലത്തായി ദിലീപ് നായകനായ ചിത്രങ്ങൾക്കെല്ലാം ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായതിനാൽ ഇനിയൊരു ഹിറ്റും തിരിച്ചുവരവും താരത്തിന് സാധ്യമല്ല എന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. ഈ അവസ്ഥയിൽ സി ഐ ഡി മൂസ രണ്ടാം ഭാഗം ദിലീപിനെ നായകനാക്കി ഒരുക്കുന്നതിന് ആദ്യ ഭാഗത്തോട് ചെയ്യുന്ന നീതികേട് ആണെന്നും എല്ലാവരും അഭിപ്രായപ്പെടുന്നു. ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തിയ ഫാഫാബായ് പലരും ഉദാഹരണമായി കാണിക്കുന്നു. 45 കോടിയിലേറെ ബജറ്റിലെത്തിയ ഫാഫാബ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി. സ്വന്തം പേരിൽ ബ്രാൻഡ് ചെയ്യാനിറങ്ങുന്ന സിനിമ ഹിറ്റാക്കാൻ ദിലീപിന് സാധിക്കില്ലെന്നും ഇപ്പോഴും 2000-ന്റെ കാലഘട്ടത്തിൽ കോമഡിയൻ തന്നെ വെട്ടമിട്ട് നടക്കുകയാണ് അയാളെന്നും കമന്റുകളുണ്ട്. സി ഐ ഡി മൂസിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പല നടന്മാരും ഇന്ന് ജീവനോടെ ഇല്ലെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ കൊച്ചിൻ ഹനീഫ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ക്യാപ്റ്റൻ രാജു, ഖസാക്ക് ഖാൻ തുടങ്ങിയവരും ജീവനോടില്ല. ജഗതിയാട്ടെ അപകടത്തിന് ശേഷം പിന്നീട് സിനിമയിലേക്ക് തിരിച്ചെത്തിയിട്ടുമില്ല. ദിലീപിനെ ഒറ്റയ്ക്ക് സി ഐ ഡി മൂസ പുൾ ഓഫ് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് സിനിമാ പ്രേമികളുടെ കമന്റുകൾ.